വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. ഈ മമ്മ എന്തൊക്കെ പറയുന്നതില്ലേ. അത് കണ്ട ഞങ്ങളെ കിച്ചണക്ക് ഒരാളിങ്ങനെ വിരുന്ന് വന്നാണ്. ദന്തിൻ്റെ എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നില്ല. ഓരോരോ വട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പച്ചപ്പ് കാണണ്ട. ചെടികളുണ്ടായിരുന്നാൽ നമുക്ക് ഫ്ലാറ്റിൽ നടക്കൂല. ഇൻഡോറ് മക്കളുണ്ടാവുമ്പോൾ ഇച്ചൊക്കെയാണ്, അപ്പൂനെയും കൊണ്ട് അതും നടക്കൂല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വേസ്റ്റ് സാധനം കിട്ടിയപ്പോൾ ഞാനതിങ്ങനെ ഇവിടെ വെച്ചതാട്ടോ. ഇവിടെ ഒരു മേലെ അങ്ങനെയാണ്, നമുക്ക് ഡയറക്റ്റായിട്ട് ലൈറ്റൊന്നും കിട്ടൂല. അപ്പോൾ അയ്യോ 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 അയ്യോ, ഇതിപ്പോൾ നാട്ടിലായിരുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് എത്ര ചെടി ഉണ്ടായിരുന്നു. ഉമ്മമാൻ്റെ ചെടികൾ പിച്ചി പറിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇച്ചുൻ്റെയും മല്ലുവിൻ്റെ ഒക്കെ ഹോബിയായിരുന്നു അത്. മമ്മ ലച്ചപ്പെട്ടു. അടുത്തുനിന്ന് കാണിച്ചു തരാമോ? അത്രയൊക്കെ തന്നെ ഉള്ളോ? പക്ഷെ എന്താ കുറച്ചെത്തുമ്പത്തിന് അത് അല്ലാതെ ഉണ്ടാവുന്നില്ല. അതെനിക്കും അറിയാം. എന്ത് മണ്ണും വെള്ളവും ഒന്നും ഇല്ലാണ്ടല്ലേ അങ്ങനെ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു രസം, ഒരു കൗതുകം. കുറച്ച് മണ്ണും ചെറിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോവലൊന്നും ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും പറ്റൂലല്ലോ. അതാണ്. പിന്നെ ഇതാ അപ്പൂക്കും ഇച്ചുക്കും കുറച്ച് സ്ട്രോബെറി കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പൂക്ക് ഇങ്ങനെ നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അന്ന് കൊടുക്കൽ. അവന് കുറച്ചൊക്കെ ഇഷ്ടമാണ്. ഇച്ചുക്ക് അത്ര കണ്ടിട്ട് ഇഷ്ടമല്ല, ഷവറാണെന്ന് പറഞ്ഞിട്ട് പോവും. അയ്യോ അയ്യോ ഹലോ, പിന്നെ ഞാൻ സ്ട്രോബെറിന്റെ കൂടെ എങ്ങനെ ഐസ്ക്രീം ഇടാട്ടോ? എടുക്കാതെ വെച്ചിട്ട് നല്ല കട്ട് ചെയ്ത ഐസ്ക്രീം ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവട്ടെ കേട്ടോ. ജ്യൂസ് ആവണോ? ജ്യൂസ് ഒന്നും ആവണ്ട, ഷേക്ക് ആവണോ? അപ്പൊ ഇത് ഐസ്ക്രീം എനിക്കല്ലേ? ആണ്. ഏതാത് മൊത്തോ? അയ്യടാ, ഇത് മൊത്തത്രേ. എന്താടാ തലമുട്ടും. ഇത് കുറച്ച് പരിപ്പ് വടക്ക് ഉള്ളതാട്ടോ. നൈറ്റിലേക്ക് ഇക്ക വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ കുതിർത്ത് വെച്ചായിരുന്നു. ഡോറൊക്കെ തുറക്കണ ഒരു സ്റ്റൈല് കണ്ടങ്ങളാരെങ്കിലും? ഈ കൈ പൊക്കോ. അവന് ഒറ്റക്ക് പോയാലേ അവിടെ നിൽക്കുള്ളൂ. ഞാൻ കൊണ്ടുവച്ച് തിരിച്ചു പോരുമ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് തന്നെ പോരും. നേരെ മറിച്ചിട്ട് ഓന് തനിച്ചിട്ട് പോവാന്ന് വെച്ചാൽ അവിടെ കുറച്ച് സമയമൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ. ശരിക്കും സമയത്ത് കൂടെ കിടന്നു കഴിഞ്ഞാൽ അവൻ ഉറങ്ങും കേട്ടോ. പക്ഷെ നമുക്ക് അതിനുള്ള ടൈമിലേക്ക് വരുമ്പോഴത്തേനും ഫുഡ് ഒന്ന് റെഡി ആക്കണമല്ലോ. അപ്പോൾ അത് കാരണം അവനെ എണീപ്പിച്ചതാണ്. നമുക്ക് വയ്യാത്തതിനെ കൊണ്ട് ഇത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പപ്പടും ബീഫും കെച്ചമ്പറും പിന്നെ പരിപ്പും കുമ്പളം ഇട്ടിട്ട് ഉള്ളൊരു കറിയും ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും ഉണ്ടാക്കാൻ അവന് കരയാണ്. അപ്പം ഇക്കൻ്റെ അടുത്താണ് അവന്. ഇക്കനെ വിളിക്കട്ടെ. അപ്പൂക്ക് ചെറിയ പനിയാണ് കേട്ടോ. അപ്പോൾ അവന് അതിൻ്റേതായിട്ടുള്ള ഓരോ കുറുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അവൻ ഉറങ്ങുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തിയിട്ട് പോകുന്നുണ്ട്. പിന്നെ അറിയാമല്ലോ, വയ്യായിക വന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് ഉറങ്ങുമൊന്നുമില്ല.
അപ്പോൾ ഇതിനിടയിൽ 1-2-3 തവണ ഉറങ്ങലും എണീക്കലും ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഫുഡൊന്നും വല്ലാണ്ട് കഴിക്കണില്ല. അപ്പം അങ്ങനെ പത്തിരി ചുടാൻ വേണ്ടിയിട്ടേ പത്തിരി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് ചതച്ച് വെച്ചത് കാണുന്നത്. ഞാൻ ടൈം ഇവന് ഫ്രീ ആക്കി വിടുന്ന സമയത്ത് ഓരോന്നിങ്ങനെ ചതച്ചിട്ടും തൊലിച്ചിട്ടൊക്കെ വെക്കണല്ലേ. ഇപ്പം എടുത്ത് നോക്കുന്നു. ഭാഗ്യത്തിന് ഇത് ഫ്രീസായിട്ടില്ല. നാളെ ചിരാക്ക് ആക്കി വെച്ചതായിരുന്നു കേട്ടോ. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി ഇടാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ രണ്ടാമത് ഇടണം. എന്ത് എൻ്റെ പത്തിരി തിന്നിരുന്നു. പത്തിരി ഇഷ്ടായിക്കണോ? ഇതിന്റെ പേരെന്താന്ന് അറിയോ? എന്താ? പത്തിരി. ശരി, താങ്ക് യു. ഇവനെ ഇപ്പൊ ഇതില് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതാണ് പേടിയാണ്. പേടി ഷെങ്ങായിനെ അങ്ങനെ ചെയ്യാൻ പാടിയ. നോ ഡോണ്ട് ഡു. അവിടെ ഇരുന്നു മീ ടാ ഇങ്ങനത്തെ ഒക്കെ ഒരു തരം അസുഖമുണ്ട്. ഞങ്ങളതാരോടും പറയലില്ല എന്നുള്ളൂ. അല്ല ഒതുങ്ങി നിക്കുന്ന ഇതിമ്മ ഒന്നുമില്ല. അത് വേറെ കാര്യം. പോരാളിടത്തോളം ഞാൻ എടുത്തു. എന്താ പപ്പ വരാത്തത്? പുലിയാണിത്, പുലി. ഇതിനേറ്റവും മധുരം ഉണ്ടോ? എന്താ പോ എനിക്ക് വേണ്ടട്ടോ. മെയിനാവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ കേട്ടോ. എവിടെ മൊബുനിച്ചിട്ടെ ഞാനൊരു സാധനം തരട്ടെ. കഴിച്ചോ? എൻ്റെ അമ്മ കഴിച്ചു നോക്ക്. ഇവിടെ വാ. അങ്ങനെ ആ കുട്ടികളൊക്കെ ഉറക്കിയിട്ടാ. പിന്നെ ഇക്ക വരുന്നുണ്ട് എന്നൊക്കെ വിളിച്ചിട്ട് പറയണ ആ ഒരു സമയത്താണ് ഞാനിങ്ങനെ സ്നാക്കൊക്കെ ഇതാക്കുക. ചൂടിൽ വേണമെന്ന് പറയും. അപ്പോൾ അതും പരിപ്പുവടയും ചായയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആക്കേ. പരിപ്പടിയും ചായ. ടൈം 2:30 കേട്ടോ. നട്ടപ്പാതിരി കഴിഞ്ഞോ നമസ്കാരം അല്ലേ? മറുകുള്ളവൻ മുത്ത് പറഞ്ഞ കറിവേപ്പിലുള്ളത് ഇപ്പൊ കടിക്കണ്ട കേട്ടോ. അത് അല്ല, അത് ഇപ്പം എടുത്തിട്ടുള്ളൂ. ചൂട് അല്ല, ചായയും ചൂട് തന്നെയാണ്.
അല്ലേ രസമല്ലേ കാര്യം എന്തൊക്കെ വീഡിയോ കൊണ്ട് തന്നെ നോക്കിയതാണ്. അപ്പൊ എന്താ അതിന് ഈ സാധാരണ ഈ അപ്പൊക്കെ ബളഹം വെക്കണ നേരത്താണ് ഇതാക്കുക. ഇന്നിപ്പോ നിങ്ങള് പറഞ്ഞില്ലേ വന്നിട്ട് മതിയൊക്കെ കരിപ്പൊച്ച് അതിനോന് പനിന്റെ ഇതായാണ് നിക്കണല്ലേ. ഇന്നൊക്കെ സമാധാനപരമായിട്ട് അപ്പൂന്റെ പനിയുടെ ചൂടൊക്കെ തട്ടിയിരുന്നു അതുകൊണ്ട് കരിഞ്ഞാണ്. അതാണ് എന്താണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാതെ. അടിപൊളിയാടി പോലെ ഉറങ്ങി നിങ്ങള് വന്നിട്ട് ഇപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞേ വന്നിട്ട് മതി ചായ സ്നാക്കൊക്കെ. അപ്പൊ അത് സമാധാനമായിട്ടുള്ളൊരു ഓല് ഉറങ്ങിക്കഴിഞ്ഞാല് 1 മണിക്കൂർ പോലും നമുക്ക് ഒരു ഫുഡ് ഉണ്ടാക്കാനോ വേണ്ട ഒരു നേരത്തെ. പക്ഷെ ഓല് ഉണർന്നിരിക്കുന്ന സമയത്ത് ആരോടാ ഇപ്പൊ ഇനി ഏതുമില്ല. വേദെന്താ 2 വീക്കിന്റെ ഒരുപാട് വ്യൂസ് കയറി. വേദ നിമിഷേ പക്ഷെ ഞാൻ പകുതി വരെ നോക്കി എനിക്കിഷ്ടായില്ല. അതിൽ പോകും കേട്ടോ. വേറെ പേതില്ലല്ലോ. ഭാസ്കർ കണ്ടോ? ഭാസ്കർ കുറച്ചൊക്കെ ത്രില്ലിങ്. സുൽഖർ ദൽമാന്റെ നിങ്ങളത് കണ്ടില്ല? സുൽഖർ ദൽമാന്റെ കണ്ടില്ല? ആ മീനാണ്. 2.25 മിനിറ്റ് ആയിട്ടുള്ളത്. ഇത് കളി തിരിച്ച് ഞാൻ പറയിക്കുന്നൊന്നും നിങ്ങൾ കരുതണ്ട. കേട്ടോ എനിക്ക് എന്നെ ഭയങ്കര പല്ലുട്ടിയോ എന്തിനെ പല്ലടെ. അപ്പൊ ഫുഡ് വരൂലേ? നേരെ 2:30 മണിയാണ് ഇവിടെ സിനിമ. ബീഫും വരാണ്ട് ശരി തേങ്ങാച്ചോറും പപ്പടം വറുത്തതും ബീഫ് കറിയും കേട്ടോ. പുറത്തൊക്കെ എടുക്കട്ടെ. വീട്ടിൽ തേങ്ങാച്ചോറ് തിന്നാത്ത പപ്പയാണ് ഞങ്ങളെ പപ്പ. പിന്നെ ഞാൻ 1-2 തവണ വെച്ചപ്പോൾ തിന്നുണ്ടായിരുന്നു കേട്ടോ. തേങ്ങാച്ചോറ് വെക്കുമ്പോൾ നമ്മൾ ഇക്കൊക്കെ നെയ്ച്ചോറ് വെക്കുക. പിന്നെ ഞാനുണ്ടാക്കുമ്പോൾ പിന്നെ ഇക്കൻ്റെ അടുത്ത് പറയും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറയും. അപ്പോൾ പിന്നെ അങ്ങനെ കഴിക്കലുണ്ടായിരുന്നു. എന്നാലും എപ്പോഴൊന്നുമില്ല 1-2 തവണയൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഒരു തേങ്ങാച്ചോറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. അതാണ് ഈ പ്രവാസം എന്ന് പറയുന്നത്. കഷ്ടപ്പാടല്ല, പക്ഷെ കഴിക്കാത്ത ഫുഡിനോട് പോലും നമുക്കൊരു ഇത് തോന്നും. അല്ലാണ്ട് പണ്ടത്തെ പോലെ ഇപ്പോൾ കുബൂസും തൈരൊന്നുമില്ലല്ലോ. അതൊക്കെ കെട്ടുകഥകളായില്ലേ. ഞാൻ എനിക്കെന്നെ വിളിക്കട്ടെ കേട്ടോ. പപ്പടം അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ പ്ലേറ്റ് ഇട്ടു. നിങ്ങളെ ചെറുക്കന്മാർ നാട്ടിൽ നിന്ന് ഇത് തിന്നല്ലേ എന്ന് പറഞ്ഞാൽ ചുമ്മേണ്ട നെയ്ച്ചോറ് മതി എന്ന് പറയുന്ന ആളാണ്. ഇതാണ് പ്രവാസം എന്ന് പറയാനേ. ഒരു വൈബായില്ലേ. നല്ല പൊറാട്ടയ്ക്ക് ഞാനിത് കഴിച്ചാൽ ഭയങ്കര എരി അല്ലേ. നല്ല ബീഫ് അല്ല പൊറാട്ടയ്ക്ക് അടിപൊളി. ആരാ ഷെഫ്? റബിലൊക്കെ പടപടൊക്കെ ഉണ്ട്. പടപടം ഇതൊക്കെ കാണുമ്പോൾ കൊതിയാവണു. പക്ഷെ ഞാൻ നാളെ ഇവിടെയുള്ള കറി ചൂടാക്കിയിട്ട് ഞാൻ നാളെ കഴിച്ചോണ്ട് നാളെ എന്ന് അറിയാനില്ല. 2 മണിക്കൂറും കൂടി കഴിഞ്ഞാൽ നേരം വെളുത്തു. എന്താണ് ആ സ്വാദ്? ഉമ്മ കാണണ്ട എൻ്റെ കുട്ടി തേങ്ങാച്ചോറൊക്കെ തിന്നേ.
തൊണ്ടും ചേർന്ന് നോക്കി ഗൈസ്. അപ്പൊ പൊള്ളക്കാത്തല്ല, അതിങ്ങനത്തെ ഒരു തരം ഇതാണ്. നമ്മളടുത്തുള്ള പപ്പടം ഒരു ദിവസം കഴിഞ്ഞ് ഇപ്പൊ താത്ത കൊടുത്തയച്ചാണ് ഇപ്പൊ ഇന്ന് ഞാൻ ഉച്ചക്ക് പൊരിച്ചത്. നല്ല അടിപൊളിയായില്ലേ ഇന്നത്തത്. ഇന്ന് മോരുകറിയും പെറിഞ്ചോറുക്കും പൊരിച്ച പപ്പടം. വീഡിയോ ഉണ്ട്, തെളിവുണ്ട്. വീഡിയോ വ്ളോഗിൽ എടുത്തതുണ്ട്. ഞാൻ കാണിച്ചത് കട്ട് ചെയ്തിട്ട് കാണിച്ചു. അപ്പൊ എന്ത് പപ്പടം കിട്ടിയിട്ടില്ല സുബാനി. എന്നിട്ട് ഉച്ചക്ക് ഞാൻ ഇച്ചുക്ക് നിങ്ങള് പോയതിനു ശേഷം ചോറ് കൊടുത്തപ്പോ എന്നോടാണ് എനിക്ക് പിന്നെ ഇങ്ങനെ കൊടുക്കും. അവസാനം ഒന്നുമില്ല. എന്നിട്ട് ഓന് പറഞ്ഞു എനിക്ക് മോറും ചോറും പപ്പടും എന്ന് പറഞ്ഞു. അപ്പൊ മോറും ചോറും ബീഫും പപ്പടും തരും എന്നാ മതി. ഇനിയിപ്പൊ അതെങ്ങനെ ചൂടാക്ക? ചൂടാക്കാം. കറുത്ത ബീഫും ഉള്ളി വിട്ടിട്ട്